നമസ്കാരം, ഞാൻ റെജീന സുനിൽ. മൈലുക്ക് മേക്കപ്പ് സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സിനി ആർട്ടിസ്റ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ ആർട്ടിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതാണ് ബ്ലസി കുര്യൻ. നമസ്കാരം. രചന ഓൾറെഡി രചനയെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാൻ രചന, വെൽക്കം ടു മൈലുക്ക് മേക്കപ്പ് സ്റ്റുഡിയോ. പക്ഷെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ മൈലുക്ക് മേക്കപ്പ് സ്റ്റുഡിയോയുടെ ഈ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സംരംഭത്തിന്റെ ഉടമസ്ഥയാണ്, പ്രൗഡ് ഓണറാണ് ഈ പുള്ളിക്കാരി. ഞാൻ ഏകദേശം 2 വർഷമായി രചനയെ പരിചയപ്പെടുത്തിയിട്ട്, 1 വർഷമായി രചനയുടെ മൈലുക്കിനെ പരിചയപ്പെട്ടിട്ട്. ഓക്കെ, സോ ഞാൻ ഇവിടെ വരുന്നത്, നമ്മൾ പൊതുവെ പാർലേഴ്സിലൊക്കെ പോകുമ്പോൾ എന്തിനാണ്, പിന്നെ ഇവിടെ ഞാൻ എന്തുകൊണ്ടാണ് മൈലുക്ക് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എന്ന കാര്യങ്ങളും അതിൻ്റെ ചെറിയ വിശേഷങ്ങളും ഒക്കെ പറയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ ഈ ഒരു ചാനലിലൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഏതായാലും നമ്മളുടെ വിഷയങ്ങളിലേക്ക് പോവാം. നമ്മളുടെ ഈ ഒരു ഹെക്ടിക് ബിസി ആയിട്ടുള്ള ഒരു ലൈഫിൽ നമ്മൾ പല കാര്യങ്ങളും കെയർ ചെയ്യാനായിട്ട് വിട്ടുപോകും. അതിപ്പം ഹെയർ ആണെങ്കിലും, അല്ലെങ്കിൽ പറയുന്ന പോലെ നമ്മളുടെ സ്കിൻ ആണെങ്കിലും, ഫേസിൽ പിമ്പിൾസ് വരിക. പ്രത്യേകിച്ച് എൻ്റെ ഫേസ് ആണെങ്കിൽ ഭയങ്കര ഓയിലി ആയിട്ടുള്ള സ്കിന്നാണ്. അത് കാരണം ആക്നീസ്, പിമ്പിൾസ് എല്ലാം പ്രോൺ ആയിട്ടുള്ള ഒരു സ്കിന്നായത് കാരണം ഇതെല്ലാം വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ നെയിൽസ്, ടോസ്, പിന്നെ വാക്സിൻ, ബോഡി മസാജിങ്, അങ്ങനെയുള്ള ഒരുപാട് ഹെയറിൻ്റെതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ നമുക്ക് ചെയ്യേണ്ട ഒരുപാട് ആവശ്യങ്ങൾ വരുന്നത്. അതായത് ഉച്ച മുതൽ പാദം വരെ നമ്മുടെ ശരീരത്തിൽ ഒരു പ്രത്യേകിച്ച് ഒരു ഗേളിന് വേണ്ട ഒരു സ്കിൻ ഹെൽത്തി കെയർ റൂട്ടീൻ വളരെയധികം ആവശ്യമാണ്. നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ പലപ്പോഴും കുറേ ആളുകൾക്കായിട്ട് ഞാനത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലായിരുന്നു. സോ മൈലുക്കിൽ വന്നതിന് ശേഷമാണ് എനിക്ക് ഇതുപോലത്തെ കുറച്ച് ചേഞ്ചസ് എന്നിട്ട് വരാനായിട്ട് തുടങ്ങിയത്. എനിക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഫീൽ വരാനായിട്ട് തുടങ്ങിയത്. ആദ്യം തന്നെ നമ്മളുടെ ഇപ്പോഴത്തെ ഈ ഒരു ഷൂട്ട്, ഇപ്പം എൻ്റെ തന്നെ പേഴ്സണലി ഒരു കാര്യം എടുക്കുവാണെങ്കിൽ, എൻ്റെ ഈ ഷൂട്ടിൽ പൊതുവെ രചനയാണ് കേട്ടോ. എനിക്ക് ഈ താജ്മഹലൊക്കെ എടുത്ത് കാണുന്ന വ്യത്യസ്തമായ ഹെയർ സ്റ്റൈലുകൾ ആശാക്കിയതാണ്. അപ്പോൾ ഈ പുള്ളിക്കാരിയുടെ എന്താ പറയുക, പാർലറിൽ വരുമ്പോൾ എനിക്ക് കിട്ടുന്ന ആദ്യത്തെ ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ആംബിയൻസ്. ഈ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മൂസ്, ഹെയർ സ്പ്രേ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രോഡക്റ്റ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. സ്ട്രെയിറ്റ്നർ ഉപയോഗിക്കും, അയണിങ് നമ്മൾ ചെയ്യും, കേളർ നമ്മൾ ഉപയോഗിക്കും. അങ്ങനെയുള്ള മെഷീനിൻ്റെ ഹീറ്റ് എല്ലാം കൂടെ നമ്മുടെ ഹെയർ ഡ്രൈ ആവും, ആ ഒരു പോളിഷ്ഡ് ഇഫക്റ്റ് നഷ്ടപ്പെടും. സ്കിന്നിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ മേക്കപ്പ് ഇട്ട് ഒരുപാട് അവേഴ്സ് നമ്മൾ ലോങ് ഡേയ്സ് നിൽക്കേണ്ടി വരും. അതാണ് സ്കിന്നിൻ്റെ പോഴ്സിന് ഓക്സിജൻ കിട്ടാറില്ല ബ്രീത്ത് ചെയ്യാനായിട്ട്. അപ്പം ആ മേക്കപ്പ് ഇങ്ങനെ കിടക്കുന്ന കാരണം നമ്മുടെ സ്കിൻ ബിക്കംസ് വെരി ഡൾ ആൻഡ് ഡ്രൈ. നെക്സ്റ്റ് ഡേ വീണ്ടും നമ്മൾ ആ ഒരു ഫ്രഷ് ലുക്കിൽ, നമുക്ക് ഒരുപക്ഷെ മേക്കപ്പ് ചെയ്താൽ പോലും ആ ഒരു ഫ്രഷ് ലുക്കിൽ നമുക്ക് നിൽക്കാൻ പറ്റാറില്ല. പിന്നെ ഈവൻ ഇൻക്ലൂഡിങ് ദ ഡാർക്ക് അണ്ടർ ഐ സർക്കിൾസ്, നമ്മൾക്ക് ഉറക്കം ശരിക്കും കിട്ടാറില്ല. ലേറ്റ് നൈറ്റ് എപ്പോഴെങ്കിലൊക്കെ ഷൂട്ട് പോകുന്നവർക്ക്, എനിക്കൊന്നും അത്രയും പ്രശ്നമില്ലെങ്കിലും ലേറ്റ് നൈറ്റ് ഷൂട്ട്സ് ഒക്കെ പോകുന്ന ആൾക്കാർക്ക് ഈ ഒരു അണ്ടർ ഐ സർക്കിൾസിൻ്റെ ബുദ്ധിമുട്ടുകൾ വരും. അല്ലെങ്കിൽ ഫോൺ കൂടുതൽ യൂസ് ചെയ്താൽ പോലും അത് വരും. വളരെ സ്വാഭാവികമായിട്ടൊരു കാര്യമാണ്. പിന്നെ ഈ പറയുന്ന ബോഡി മസാജിങ്, പിന്നെ ഫിംഗേഴ്സ്, നെയിൽസ്, ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാത്തിനും ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കെയർ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഇതിൽ ഏതെങ്കിലും ഒരു നമ്മുടെ ബോഡി പാർട്ടിലെ മുടിയായാലും അല്ലെങ്കിൽ സ്കിന്നായാലും എവിടെയെങ്കിലും അതിൻ്റെ ഒരു പ്രോപ്പർ ഗ്ലോ ഒന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് തിരിച്ചു പിടിക്കാൻ ഭയങ്കര പാടാണ്. അത് നമ്മളുടെ ഓവറോൾ ഒരു കോൺഫിഡൻസിനെയും നമ്മളുടെ ലുക്കിനെയും ഒരുപാട് ബാധിക്കും. സോ ഡെഫിനറ്റ്ലി മൈ ലുക്കിൽ വന്നതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്യണം, ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് ആക്ച്വലി മനസ്സിലായത്. ഞാൻ ആക്ച്വലി ഈ പറയുന്ന പോലെ മാക്സിമം ഞാനിപ്പോൾ ഈ സ്മൂത്തൻഡ് ഹെയർ ആയതുകൊണ്ടും കളർ ചെയ്തിരിക്കുന്നത് കാരണം ഞാൻ ഹെയറിന് വേണ്ട ഒരു മാക്സിമം ട്രീറ്റ്മെൻറ്റ് ഞാൻ വീട്ടിൽ തന്നെ കൊടുക്കുമായിരുന്നു. അതായത് മാക്സിമം വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ മമ്മി എന്താ പറയുക, എണ്ണയൊക്കെ ഇട്ട് ഈ അലോവേര, കറ്റാർവാഴ, പിന്നെ അലോവേര തന്നെ കറ്റാർവാഴ, പിന്നെ കരിവേപ്പില, പിന്നെ ഈ പറയുന്ന ചെമ്പരത്തി, നെല്ലിക്ക, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഇട്ട് ഈ താളിച്ച എണ്ണയൊക്കെ ഇട്ട് നമ്മളിങ്ങനെ മുടി മസാജ് ചെയ്തിട്ടേ വളരുന്നുള്ളൂ. പക്ഷെങ്കിൽ അതിനുശേഷം അത് ഹെയറിന് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഈ പിമ്പിൾസിന്, എൻ്റെ ഓയിലി സ്കിൻ ആയതാണ് പിമ്പിൾസ് ഉണ്ട്. അപ്പോൾ പിമ്പിൾസിനുള്ള ട്രീറ്റ്മെൻറ്റ്, ക്ലീനപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഇത് എങ്ങനെ കുറയ്ക്കണം എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതെല്ലാം ഞാൻ മൈലുക്കിൽ വന്നതിന് ശേഷം ഇവിടുത്തെ കുറേ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ റെജീന സജസ്റ്റ് ചെയ്യുകയും മാത്രമല്ല അതുപോലത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് എനിക്ക് തരികയും ചെയ്തുകൊണ്ടാണ് എനിക്ക് അത്രയായിട്ടുള്ള ഹെൽത്തി സ്കിന്ന് എനിക്കിപ്പം കുറച്ചെങ്കിലും ഉള്ളത്. എൻ്റെ സ്കിൻ അതർവൈസ് ഭയങ്കര ആക്നെ ആൻഡ് പിമ്പിൾ പ്രോൺ ആണ്. നോ കമ്മിങ് ടു ദ ബോഡി മസാജിങ്, നമ്മൾക്ക് എല്ലാവർക്കും ബ്ലഡ് സർക്കുലേഷൻ ഭയങ്കര ആവശ്യമാണ് ബോഡിക്ക്. അപ്പോൾ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് ഡെഫിനറ്റ്ലി. പക്ഷെങ്കിൽ നമ്മുടെ ബോഡി മസാജിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ നമ്മുടെ ബോഡിനെ ഒന്ന് റീജനറേറ്റ് ചെയ്യും, നമ്മുടെ ബോഡീനെ ഒന്നും കൂടി ഒന്ന് ക്ലെൻസ് ആക്കും, നമ്മളെ ഒന്നും കൂടി ഒന്ന് എനർജറ്റിക് ആക്കും. സോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ
ഈ മൈ ലുക്ക് സ്റ്റുഡിയോയിൽ ഒരു പ്രോപ്പർ, അതായത് ഹെയർ ടു യുവർ ബോഡി ടു യുവർ സ്കിൻ, എല്ലാ കാര്യങ്ങളും ഹോൾ റേഞ്ച് അവിടെ നമ്മൾ കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്നുണ്ട്. എല്ലാ ഘടകങ്ങളും വളരെ വൃത്തിക്ക് അതിൻ്റേതായിട്ടുള്ള പ്രോപ്പർ ട്രീറ്റ്മെൻറ്റിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. സോ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ 2 months എങ്കിലും മിനിമം നമ്മളിത് എല്ലാവരും നമ്മുടെ ബോഡിക്ക് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ മെസ്സാജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ മെസ്സാജിങ് പലയിടത്തും നേരത്തെ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ജസ്റ്റ് പേരിന് വേണ്ടി ചെയ്യുന്ന ഒരു മെസ്സാജ്, സ്പാ ചെയ്യാൻ പോകുമ്പോഴാണ് ഒരു മെസ്സാജിങ് ചെയ്യുന്നത്. അപ്പം അതൊക്കെ ആ ഒരു ബോഡിക്ക് കംപ്ലീറ്റ് ഒരു ഇഫക്റ്റ് കൊടുക്കുന്നില്ല. പക്ഷെ ഇവിടെ ബോഡി മെസ്സാജിങ് എന്ന് പറഞ്ഞൊരു കംപ്ലീറ്റ്ലി വേറൊരു സെക്ഷൻ ഉണ്ട്. അങ്ങനെ ഒരു ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് മെസ്സാജിങ് ഇവിടെ ലേഡീസ് ഉണ്ട്, ജെൻസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. സോ അവർക്ക് വേണ്ട ആ ഒരു സ്റ്റാഫും നമ്മളുടെ ട്രീറ്റ്മെൻറ്റും പ്രോപ്പറായിട്ട് നമ്മളുടെ കസ്റ്റമേഴ്സിന് നൽകാനുള്ള ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ദേ ആർ റെഡി ടു ടേക്ക് കെയർ ഓഫ് യു. സോ നിങ്ങൾ എന്തായാലും മൈ ലുക്ക് സ്റ്റുഡിയോ പത്തനംതിട്ടയിൽ വന്ന് എന്ന് നിങ്ങൾ വിസിറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് ഹെയർ കട്ടിങ് ആണെങ്കിലും പ്രോപ്പറായിട്ടുള്ള ബേസിക് സലോൺ ആക്ടിവിറ്റീസ് എന്തായാലും ഉണ്ട്. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് നിങ്ങൾക്ക് വേണ്ട പല ട്രീറ്റ്മെൻറ്റ്സും നിങ്ങളുടെ ബോഡിയെ പാമ്പർ ചെയ്യുകയും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പാമ്പർ ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഉപയോഗിക്കുന്നത് ജസ്റ്റ് ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ലക്ഷറീസ് ബോഡി, ഒരു അലങ്കാരപ്പെട്ട ഒരു വാക്ക് മാത്രമാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് പാമ്പറിങ്, ഇറ്റ്സ് അബൌട്ട് ടേക്കിംഗ് കെയർ ഓഫ് യുവർ ഹെൽത്ത് ആൻഡ് യുവർ ബോഡി ആൻഡ് യുവർ സ്കിൻ, ബീറ്റ് യുവർ ഹെയർ. എന്തായാലും അതിനെ ഒന്ന് ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ്. സോ അതിൻ്റെ ഒരു പ്രാധാന്യമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കിയത്. സോ മൈ ലുക്ക് എനിക്ക് തോന്നുന്നത് എനിക്ക് വളരെയധികം ഈ പ്ലേസും ആക്സസിബിൾ ആണ്. എൻ്റെ വീട് തിരുവല്ലയിലാണ്, കാരണം എനിക്ക് വളരെയധികം തിരുവല്ലപ്പടത്തിൻ്റെ ഇടയ്ക്കാണ് വീട്. സോ ഇറ്റ്സ് ക്വൈറ്റ് ആക്സസിബിൾ ഫോർ മീ. അപ്പോൾ ആക്സസിബിൾ ആയതുകൊണ്ട് ഞാൻ ഇവിടെ വരുന്നതല്ല, ഇറ്റ്സ് ബിക്കോസ് ഇവിടുത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് വളരെയധികം നല്ലതായതുകൊണ്ടും ആൻഡ് ഐ ഗെറ്റ് ഇറ്റ്സ് റിസൾട്ട്സ്, അതിൻ്റെ ഒരു ഔട്ട്പുട്ട് പ്രോപ്പർ ആയതുകൊണ്ടും കൂടിയാണ് ഞാൻ വരുന്നത്. അപ്പോൾ വൺസ് ഇൻ 2 months ഞാൻ മേക്ക് ഷുവർ, ഇൻഫാക്ട് വൺസ് ഇൻ എവറി മന്ത്, എല്ലാ മാസവും വരണം തന്നെയാണ് എൻ്റെ ഒരു ഇത്. ബട്ട് എനിക്കത് പറ്റാറില്ല, എൻ്റെ ഒരു ഷെഡ്യൂൾ കാരണം. പലതവണ ഞാൻ റെജിനെ വിളിച്ചിട്ട് നാളെ വരാം, മറ്റന്നാളെ വരാം എന്ന് പറഞ്ഞ് മാറ്റി പോയിട്ടുണ്ട്, മുന്നോട്ട് പോയിട്ടുണ്ട്. ബട്ട് ദിസ് ഇസ് വെരി മച്ച് റിക്വയർഡ്. ഇവിടുന്ന് ചെയ്ത് ഇറങ്ങുമ്പം എനിക്ക് കിട്ടുന്ന ഒരു ഫീലുണ്ട്, എനിക്ക് കിട്ടുന്ന ഒരു ഫ്രഷ്നെസ് ഉണ്ട്. ദാറ്റ് ഈസ് ലൈക്ക് എനിക്കത് ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു എക്സ്പ്ലെയിൻ, ഇറ്റ്സ് സംതിങ് യു ഷുഡ് ഫീൽ. സോ എല്ലാവരും ഇവിടെ വരിക. എല്ലാവരും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇവിടെ വന്ന് ഒരു തവണയെങ്കിലും നിങ്ങൾ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റും ഒക്കെ നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഇറ്റ്സ് എ വെരി ഗുഡ് ആംബിയൻസ്, പ്രോപ്പർ സ്റ്റാഫ്സ് ഉണ്ട്, എല്ലാവരും നല്ല സർവീസുകളാണ്. സോ എല്ലാവരും വരിക. ആൻഡ് താങ്ക്സ് ടു റെജിന, എന്നെ കൊണ്ട് തന്നെ ഈ ഒരു പ്രസൻറ്റേഷൻ അറിയിക്കാൻ. സോ ഞാൻ മിസ് ഔട്ടായി നെയിൽസിൻ്റെ തന്നെ, ആക്ച്വലി നെയിൽ ആർട്ട് സെഗ്മെൻറ്റ് ഇവിടെ ഉണ്ട്. സോ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നെയിൽസ് എക്സ്റ്റൻഷൻസ് ഉണ്ട്, നെയിൽ ആർട്ട് ഉണ്ട്, പിന്നെ വേറെ നമ്മളുടെ നെയിൽ ഫിക്സ് ചെയ്യുന്ന അതല്ല നെയിൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് പിന്നെ അതിൽ ഈ പറയുന്ന പല കളേഴ്സിൽ നെയിൽ ആർട്ടിൽ തന്നെ പല സെഗ്മെന്റ്സ് ഉണ്ടല്ലോ, അതെല്ലാം തന്നെ ഇവിടെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. സോ ഞാൻ ഇന്ന് നെയിൽ ആർട്ടും കൂടി ചെയ്യാനുള്ള ഒരു ചെറിയൊരു പ്ലാൻ വെച്ചാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ചെയ്തിട്ട് ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ എന്തെങ്കിലും ഞാൻ കയ്യിലുടെയോ മുടിയുടെയോ ഇവിടെ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനെയും ഞങ്ങൾ സാറ്റിസ്ഫാക്ഷൻ ചെയ്താണ് എല്ലാവരും ഞങ്ങൾ വിടാറുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ ഒരു വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വെളിയിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഹാപ്പിയാണോ, നിങ്ങൾക്ക് ഈ ട്രീറ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, എങ്ങനെയുണ്ട്, സ്റ്റാഫുകൾ എങ്ങനെയുണ്ട്, ഞങ്ങളുടെ പെരുമാറ്റം എങ്ങനെയുണ്ട്, നിങ്ങൾ ചോദിച്ചതിന് ശേഷം ഞങ്ങൾ വിടാറുള്ളൂ. അപ്പോൾ അവർ പറയും ഓക്കെ ഞങ്ങൾ ഹാപ്പിയാണ്, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് മാത്രമേ ഞങ്ങൾ വിടാറുള്ളൂ. അല്ലാതെ വിട്ട് കഴിഞ്ഞിട്ടുള്ള കംപ്ലൈൻറ്റ് ഞങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. ഇത് ആസ് എ കസ്റ്റമറാണ് ഞാൻ റിവ്യൂ ചെയ്തത്. നിങ്ങളോട് റെജിനയുടെ ഫ്രണ്ടായിട്ടോ കൊളീഗായിട്ടോ അല്ല ഞാനിത് റിവ്യൂ ചെയ്തത്. സോ ഈ വീഡിയോ എടുക്കേണ്ടത് എൻ്റെയും കൂടി ഒരു പേഴ്സണൽ ഇനീഷ്യേറ്റീവ് ആയിട്ടാണ് ഞാൻ കാണുന്നത്, മച്ച് മോർ ദാൻ. സോ അതെല്ലാം ഇതിൽ ഉൾപ്പെടും. സോ ഡെഫിനറ്റ്ലി ഞാനങ്ങനെ റിവ്യൂ പൊതുവെ കൊടുക്കാത്ത ഒരാളാണ്, പക്ഷേ എനിക്ക് ഇവിടെ ഇത് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ആക്ച്വലി, ഞാൻ പണ്ട് ഫേഷ്യൽസ് ഒന്നും കാര്യമായിട്ട് ചെയ്യാറില്ലായിരുന്നു. ഞാൻ വീട്ടിലുള്ള ട്രീറ്റ്മെൻറ്റ്സിലായിരുന്നു കൂടുതൽ ഒതുങ്ങിക്കൂടിയത്. അതും റെഗുലറായിട്ട് ആക്ച്വലി നടത്താറില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഷൂട്ടൊക്കെ കൂടി ലോങ് അവേഴ്സ് ഓഫ് ഷൂട്ട്, സ്കിൻ ഡള്ളാവുക, ആക്നീസ് വരുക, പിമ്പിൾസ് വരുക. ഡെയിലി ഞാൻ ഷൂട്ടിന് പോയി വരുമ്പോൾ എന്തായാലും 4 ദിവസത്തെ ഷൂട്ടാണെങ്കിൽ തന്നെ ഒരു പിമ്പിൾ എന്തായാലും വരും. പ്രത്യേകിച്ച് എൻ്റെ സ്കിന്നിൽ നല്ല മാതിരി പിമ്പിൾസ് വരും. അപ്പോൾ ഞാൻ ഇവിടെ വന്നാണ് കഴിഞ്ഞാണ് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അതിൻ്റെ ബാക്കി ട്രീറ്റ്മെൻറ്റും സെറ്റിങ്സും ഇനിയും ബാക്കിയുണ്ട്. സോ അതൊക്കെ ചെയ്യുക. കാരണം എനിക്ക് ഈ പറയുന്ന പോലെ മേക്കപ്പ് ഫ്രീ ആയിട്ട് നമുക്ക് പുറത്ത് പോകണമെങ്കിൽ ഒന്നും ഇടാതെ തന്നെ ജസ്റ്റ് മാക്സിമം ഒരു കണ്ണ് എഴുതി സാധാരണ രീതിയിൽ മുടി ശീലി ഇട്ടിട്ട് പോയാൽ തന്നെ നമുക്ക് നാച്ചുറാലിറ്റി ഫീൽ ചെയ്യണം. സോ
സോ അത് ഈ പിമ്പിൾസ് ഒക്കെ ഉള്ളപ്പോൾ നമുക്കൊരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ് നമ്മളെ തന്നെ പ്രസന്റ് ചെയ്യാനായിട്ട്. സോ ഐ എം കമ്മിങ് ഹിയർ ടു ഡു ദാറ്റ് ഓൾസോ. എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഞാൻ കഴിഞ്ഞ ട്രീറ്റ്മെന്റ്സിൽ ചെയ്തത്, ഇവിടെ പല ഫ്ലേവേഴ്സ് ഓഫ് വാക്സിൻ ഉണ്ട്. റീക്ക, ആലോവേര, റോസ്, മിൽക്ക്, ഹണി, അങ്ങനെ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട്. ഞാൻ ലാസ്റ്റ് ടൈം ചെയ്തത് മിൽക്ക് ആയിരുന്നു. ഇറ്റ് റിയലി ഡിഡ് വെൽ ഫോർ മൈ സ്കിൻ. അങ്ങനെ സോ എല്ലാവരും, ഞാൻ കൂടുതൽ പറയുന്നത് നിങ്ങൾ എല്ലാവരും വന്നിവിടെ എക്സ്പീരിയൻസ് ചെയ്യുക എന്നേ ഞാൻ പറയുന്നുള്ളൂ, അല്ലേ? എത്ര നേരം ഞങ്ങളോട് സഹകരിച്ചത് ഈ വീഡിയോ കണ്ടതിലും. പിന്നെ ട്രോളുകൾ ട്രോളുകൾക്ക് വളരെയധികം സാധ്യത നമ്മൾ ഓരോരോ വാക്കിൽ അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അങ്ങനത്തെ ചെയ്യില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ നിങ്ങൾ ഇവിടെ വരിക, അതിന് പകരം നിങ്ങൾ ചെയ്യണം, നിങ്ങൾ ഇവിടെ വരിക, എക്സ്പീരിയൻസ് ചെയ്യുക, അല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.